പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആകാശവാണിയിലെ മുൻ വാർത്താ അവതാരകനും മലയാളം വിഭാഗം മേധാവിയും ഒട്ടേറെ പരസ്യചിത്രങ്ങൾക്ക് ശബ്ദം നൽകിയ കലാകാരനുമായ ഗോപിനാഥൻ നായർ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. തിയേറ്ററുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ശ്വാസകോശത്തിനെതിരായ പരസ്യത്തിലെ ശബ്ദത്തിലൂടെയാണ് അദ്ദേഹം മലയാളികൾക്ക് പരിചിതനായി മാറിയത്. പലരും ഈ ശബ്ദം കേട്ട് പുകവലി വേണ്ടെന്ന് വെച്ചെങ്കിലും ഗോപിനാഥൻ പുകവലിക്കാരനായിരുന്നു എന്നതായിരുന്നു സത്യം. തിയേറ്ററുകളിലെ പുകവലിക്കെതിരായ പരസ്യത്തിന്റെ ശബ്ദം മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. ഈ പരസ്യത്തിന് ശബ്ദം നൽകിയ ഗോപിനാഥൻ നായർ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. പഴയ തലമുറയ്ക്ക് ആകാശവാണിയിലെ വാർത്തകളിലൂടെ ഗോപൻ എന്ന ഗോപിനാഥനെ അറിയാം. എന്നാൽ ന്യൂജൻ തലമുറയ്ക്ക് ശ്വാസകോശത്തിന്റെ പ്രവർത്തനമാണ് ഗോപനെ പരിചിതനാക്കിയത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഉപേക്ഷിച്ചവനാണ് ഗോപിനാഥൻ എന്നതാണ് സത്യം. പ്രേക്ഷകരിലേക്ക് പറയുന്നതെന്തും അതിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിച്ച ആളാണ് ഗോപൻ. അതുതന്നെയാണ് പുകവലി പരസ്യവും ശ്രദ്ധേയമാകാൻ കാരണവും. സിനിമാ നടൻ സുരാജ് വെഞ്ഞാറമൂടാണ് പുകവലി ശബ്ദത്തിനു പിന്നിൽ ഗോപനാണെന്ന സത്യം ലോകത്തെ അറിയിച്ചത്. മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങാൻ ഡൽഹിയിലെത്തിയ സുരാജ് ഗോപനെ കൈയോടെ പിടികൂടുകയായിരുന്നു. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്ന ഗോപൻ പുകവലിക്കുമോ എന്ന് സുരാജ് ചോദിച്ചു. എന്നാൽ ഗോപൻ അതിഭീകരമായി തന്നെ പുകവലിച്ചിരുന്നു. ചെറുപ്പത്തിൽ ഒന്നാന്തരം പുകവലിക്കാരനായിരുന്നു ഗോപൻ. 70കളിൽ ഹൃദയത്തിനു നേരിയ പ്രശ്നം നേരിട്ടതോടെ നിർത്തുകയായിരുന്നു. പരസ്യത്തിന് ശബ്ദം നൽകുന്നതിനും വർഷങ്ങൾ മുൻപേ താൻ പുകവലി നിർത്തിയെന്ന് ഗോപൻ പറയുന്നു. പക്ഷേ സുരാജ് സമ്മതിച്ചില്ല. സാറിന്റെ ചുണ്ട് കണ്ടാൽ അറിയില്ലേ, ഇപ്പോഴും നല്ല വലിയാണെന്ന് പറഞ്ഞായിരുന്നു സുരാജ് ഗോപനെ കളിയാക്കിയിരുന്നത്. ആകാശവാണിയിലെ മുൻ വാർത്താ അവതാരകനും മലയാളം വിഭാഗം മേധാവിയും ഒട്ടേറെ പരസ്യചിത്രങ്ങൾക്ക് ശബ്ദം നൽകിയ കലാകാരൻ എന്നതിലൊക്കെ ഉപരി മറ്റൊരു പ്രത്യേകത കൂടി ഗോപനുണ്ട്. നോവലിസ്റ്റ് CV രാമൻപിള്ളയുടെ പേരമകളുടെ മകൻ കൂടിയാണ് ഗോപൻ. തിരുവനന്തപുരത്തെ റോസ്കോട്ട് എന്ന പ്രശസ്തമായ കുടുംബത്തിലായിരുന്നു ജനനം. അടൂർ ഭാസിയും EV കൃഷ്ണപിള്ളയും ഉറ്റ ബന്ധുക്കൾ. 1962 മുതൽ 2001 വരെ ഡൽഹി ആകാശവാണി മലയാള വിഭാഗത്തിൽ ജോലി ചെയ്ത ഗോപൻ നെഹ്റുവിന്റെ മരണം മുതൽ രാജീവ് ഗാന്ധിയുടെ മരണം വരെ വേറിട്ട ടോണിൽ വീടുകളിൽ എത്തിച്ച ആകാശവാണി അവതാരകനാണ്. രാധയാണ് ഭാര്യ, പ്രമോദ് മകനാണ്. 5 പതിറ്റാണ്ടിലേറെയായി ഡൽഹിയിലായിരുന്നു താമസം.